എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി വീണ തൈക്കണ്ടിയിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇ.ഡി. അന്വേഷണത്തിലെത്തുന്ന സമയത്ത് ഏതാണ്ട് 300ഓളം പാർട്ടി പ്രവർത്തകരാണ് അവിടെ തടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും പിന്നീട് അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത്. പാർട്ടി നേതാവിനെതിരായിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി നടപടിയായിരുന്നില്ല ഇത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ, ഒരു സ്വകാര്യ വ്യക്തി, പാർട്ടിയുമായും ഗവൺമെൻറ്റുമായും ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ തെരുവിനെ കലാപകലുഷിതമാക്കി മാറ്റിയത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അതിൽ തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിലേക്ക് വടികൊണ്ട് അടിക്കുക, അതേപോലെ ഇഷ്ടികയെടുത്ത് എറിയുക, ചീമുട്ടയെടുത്ത് എറിയുക, ഇങ്ങനെയുള്ള വിവിധ കലാപരിപാടികളിലാണ് അവിടെ ഉണ്ടായിരുന്ന സമരസഖാക്കൾ ഏർപ്പെട്ടിരുന്നത്. അതിൽ തന്നെ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസുണ്ട്. പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. അതിൻ്റെ വിശദവിവരങ്ങൾ, ആ ജാമ്യാപേക്ഷയിൽ ഈ പ്രതികൾ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ചില വാദങ്ങൾ ഇതെന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളെല്ലാവരും തന്നെ നേരിട്ട് കണ്ടതാണ്, തത്സമയം കണ്ടതാണ്. പിണറായി വിജയൻ്റെ മകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ വാഹനത്തിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CPM-ൻ്റെ പ്രവർത്തകർ ആക്രോശിച്ചുകൊണ്ട് അവർക്കെതിരെ പാഞ്ഞെടുക്കുന്നു. പിന്നീട് ആ വാഹനം തല്ലി പൊളിക്കുകയാണ്. അതിൻ്റെ ചില്ല് തകർക്കുന്നു, അതിലേക്ക് ഇഷ്ടിക എടുത്തെറിയുന്നു, മുട്ട എടുത്തെറിയുന്നു. എന്നിട്ട് ബെയർ ഹാൻഡ്സ് തന്നെ, കൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററൊക്കെ തല്ലി പൊട്ടിക്കാനായിട്ട് വിവരമില്ലാത്ത കുറേ പേർ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പല ആൾക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്തത്. ആ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 3 വാദങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വാദം അറസ്റ്റുമായി ബന്ധപ്പെട്ട് മതിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് കേട്ടാൽ തോന്നും അവർ അവിടെ ചെന്നതിന് ശേഷം ഒരു സിവിലിയൻ കൃത്യമായി ചെയ്യേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളുമാണ് അവിടെ ചെയ്തത് എന്ന്. തെരുവിൽ അക്രമം അഴിച്ചുവിട്ട് ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ആക്രോശിച്ചെത്തുകയും അവരെ ആക്രമിക്കുകയുമായിരുന്നു ഇവർ ചെയ്തിരുന്നത്. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികളെല്ലാം തന്നെ അതിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഈ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിക്കുന്നു. കോടതി അത് പരിഗണിച്ചതിന് ശേഷം ഇവരുടെ ജാമ്യാപേക്ഷയിലുള്ള ഈ ഒന്നാമത്തെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തുന്നു. രണ്ടാമത് ഇവർ പറയുന്നത് ഈ തല്ലിപ്പൊളിക്കപ്പെട്ട വാഹനം എന്നത് സ്വകാര്യ വാഹനമായിരുന്നു, അതല്ലാതെ ഇ.ഡിയുടെ ഔദ്യോഗിക വാഹനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊതുവസ്തു നശിപ്പിച്ചു എന്ന രീതിയിലത്തേക്ക് അതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ടാക്സിയാണ്. ആ ടാക്സി ഇ.ഡി. ഉദ്യോഗസ്ഥർ ഹയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന പേരിലുള്ള ഒരു കേസ് ഇതിൽ ചുമത്താൻ കഴിയില്ല എന്നാണ് ഇവരെല്ലാം തന്നെ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ട് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിനെയും പബ്ലിക് പ്രോപ്പർട്ടിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ അവിടെ വിശദമാക്കിക്കൊണ്ട് കോടതി ആ ഒരു കാര്യവും പരിഗണിക്കുന്നതിന് വിമുഖത കാട്ടി. അതുകൊണ്ട് തന്നെ തല്ലിപ്പൊളിച്ചത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനമായിരുന്നുവെങ്കിൽ കൂടി ഔദ്യോഗികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിച്ചിരുന്നു എന്ന കാരണത്താൽ അതും പബ്ലിക് പ്രോപ്പർട്ടിയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്ന് കോടതിയുടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതിലെ മൂന്നാമത്തെ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള മറ്റൊരു വാദം, അതായത് ഈ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് റെയ്ഡ് പൂർത്തിയാക്കി പോയതിന് ശേഷമാണ് ഈ അക്രമം നടന്നത് എന്നും അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസ് ഇതിൽ ചുമത്താൻ കഴിയില്ല എന്നുമാണ് ഈ പ്രതികൾ പറഞ്ഞത്. എന്നാൽ ഡ്യൂട്ടി ആരംഭിക്കുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെയും ഈ ഉദ്യോഗസ്ഥരെല്ലാം ഓൺ ഡ്യൂട്ടിയാണ് അവരുടെ സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരവിടെ എത്തുന്ന സമയം മുതൽ അവരവിടെ നിന്ന് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടിയുടെ, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി പറയുന്നുണ്ട്. അതായത് അവരുടെ ആ എക്സിറ്റ് എന്ന് പറയുന്നതും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവരവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് അവരെ ആക്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരപ്പോഴും ഓൺ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് കോടതി ഇവിടെ കണ്ടെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കൊലപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുകയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് 2 കണ്ണിനും ഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അക്രമ സംഭവത്തെയാണ് ഈ രീതിയിലത്തേക്ക് നിസ്സാരവൽക്കരിക്കുന്നതിന്, ലഘൂകരിക്കുന്നതിന് വേണ്ടി ഈ സമര സഖാക്കളൊക്കെ തന്നെ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ വാഹനത്തിന് ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ ഡാമേജാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഈ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരവിടെ ആക്രമണ പദ്ധതിയുമായി വന്നത് എന്നതിനെക്കുറിച്ചും കോടതിക്ക് തർക്കമൊന്നുമില്ല. ഇവിടെ കോടതി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്.
അതായത് ഈ അക്രമം അവിടെ നടന്നതിനെ തുടർന്ന് അവിടുത്തെ വന്നിരിക്കുന്ന ഇ ഉദ്യോഗസ്ഥർക്ക് കാര്യമായിട്ടുള്ള ഭയം, മാനസികമായിട്ടുള്ള ആഘാതം, കുറേയധികം പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയുമാണ് കോടതി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവിടെ വളരെ കൃത്യമായിട്ട് ജഡ്ജ് നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവിടെ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങൾ തത്സമയം ദൃശ്യമാധ്യമങ്ങൾ വഴി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നു എന്നുള്ള ബോധ്യം ജനങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നതിനെക്കുറിച്ചുകൂടി കോടതി ഇവിടെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി തന്നെ കാണുന്നുണ്ട്. ഇഷ്ടിക, മറ്റ് കല്ലുകൾ, അതുകൂടാതെ വടികൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നു അക്രമത്തിന് വേണ്ടി എന്ന് കോടതി പറയുന്നുണ്ട്. ഡ്രൈവറുടെ 2 കണ്ണുകൾക്കും കാര്യമായിട്ടുള്ള പരിക്കുണ്ടായതായിട്ട് കോടതി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സംവിധാനത്തിന്, നമ്മുടെ സ്റ്റേറ്റിന് എതിരായിട്ടുള്ള ഒരു അക്രമമായിട്ട് ഇതിനെ കാണണം എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇതിലെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തന്നെ ഒരു ഡീമോറലൈസിങ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് കോടതി ഭയപ്പെടുന്നു. ഇതിൽ കോടതി പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവരുടെ കൊലപാതകത്തിനുള്ള ഇൻറ്റൻഷനാണ്. Intention of the accused persons to cause death is easily identifiable from their acts എന്നാണ് പറയുന്നത്. അതായത് പ്രതികളായിട്ടുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളിലൂടെ അവർക്ക് കൊലപാതകത്തിനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എന്നത് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാം എന്നാണ് ജഡ്ജ് കണ്ടെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്ന, എന്നിട്ട് അതിൻ്റെ പേരിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവർ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നും അവർ സഞ്ചരിച്ചിരുന്നത് ഔദ്യോഗിക വാഹനത്തിലല്ലാത്തത് കൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റം നിലനിൽക്കില്ല എന്നും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചട്ടങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുമൊക്കെയുള്ള പല മുട്ടാന്യായങ്ങളും കൊണ്ടുപോയിട്ടാണ് ഇവർ ഈ ജാമ്യത്തിന് വേണ്ടി ഇവിടെ വാദിക്കുന്നത്. അവർ ചെയ്തിരുന്ന പ്രവൃത്തി എന്നത് കൊലപാതകത്തിനുള്ള ഉദ്ദേശം തന്നെയായിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കോടതി പറയുമ്പോൾ ഈ സമര സഖാക്കളെല്ലാം ദീർഘകാലം ഉണ്ടതെന്ന് കഴിയാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എനിക്ക് ഇങ്ങനെ ആവേശം മൂത്ത് ഏതെങ്കിലും നേതാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഏതെങ്കിലും നേതാവിൻ്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗത്തിനും ആഹ്വാനത്തിനും വിധേയനായിട്ട് അതിലൊക്കെ കണ്ടിട്ട് ഇവരെല്ലാവരും നമ്മെ സംരക്ഷിക്കാനുണ്ടാകും എന്ന ധാരണയിൽ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനായിട്ട് ഏതെങ്കിലും വിവരമില്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്ത സമര സഖാക്കന്മാർ ഇനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കേസാണത്. കേന്ദ്ര ഏജൻസികൾ അവരുടെ ഉദ്യോഗസ്ഥർ അവർ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം അഴിയെണ്ണി അകത്ത് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വീണയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നിയമ നടപടികൾ നടക്കുമ്പോഴോ ഇനി ദിവ്യയുമായി ബന്ധപ്പെട്ട് CBIയുടെ നടപടികൾ നടക്കുമ്പോഴോ ഒന്നും തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് വട്ടുകളിക്കാനായിട്ട് നിൽക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതല്ലാതെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തം തെരുവിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ദീർഘകാലം അഴിയെണ്ണി അകത്ത് കിടക്കും. പോയാൽ ആർക്ക് പോയി? നിങ്ങളുടെ കുടുംബത്തിന് പോയി എന്നുള്ളതാണ് ഇതിലെ വസ്തുത. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിധി പുറപ്പെടുവിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജായ ബഹുമാനപ്പെട്ട ടാനിയ മറിയം ജോസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.